ഓ ഞാൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലേ സ്ഥാനാർത്ഥിന്റെ അടുത്തൊന്ന് പോയോക്കട്ടെ. ഞാൻ യൂസുഫാക്കെ വിളിച്ചിനി. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നാ. ഞാൻ ഒന്ന് പോയോക്കട്ടെ കേട്ടോ. സ്ഥിതിഗതികളൊക്കെ ഒന്ന് അറിയാലോ. പോയോക്കട്ടെ. ആയിക്കോട്ടെ, ഓക്കെ. അല്ല എന്താ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ അതൊക്കെ എന്താണ്? ഒരുപാട് വോട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് വോട്ടുകൾ മിസ്സായില്ലേ? അല്ല നിങ്ങളെ വോട്ടിലേ അല്ല അതല്ല നിങ്ങൾക്ക് ഒരു വോട്ടാണല്ലോ കിട്ടി. പക്ഷെ എന്റെ വോട്ട് ഞാൻ നിങ്ങൾക്കാ ചെയ്തത്. അതെന്തായി പോയി? ഒരു വോട്ടുള്ളല്ലോ. ഞാന് എല്ലാ വീട്ടിലും കയറി, അടുക്കളയിലരെ കയറി, ആ കടല് കൂട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് വോട്ട് ഫുള്ള് നിങ്ങൾക്കല്ലാതെ ഞങ്ങളിവിടെ 6 വോട്ടുണ്ട്. ഈ വോട്ട് അങ്ങനെ എല്ലാ വോട്ടും എല്ലാരും അല്ലേ? എല്ലാ വോട്ടും എന്നെ ഫുള്ള് കിട്ടുന്ന ഫുള്ള് 100% ഞാൻ ഉറപ്പിച്ചു. എന്റെ വോട്ടുണ്ട്. എന്റെ എതിർ സ്ഥാനാർത്ഥിക്കാർ കൊടുത്തു. ഓൻ ജയിച്ചപ്പോ ഓനെ എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടോടെ ഓ ജയിച്ച ഒരു വോട്ട്. നിങ്ങൾ വിചാരിച്ച് പറയുന്ന ആളുകൾ വോട്ട് മുഴുവൻ നിങ്ങൾക്ക് ചെയ്യുന്നില്ലേ? നിങ്ങളൊരു വോട്ട് എന്ത് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയപ്പോ എന്റെ വോട്ടാ വലിയൊരു പായൊക്കെ കെട്ടി ഈ വാർഡിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ച് വരുത്തി എല്ലാവരും മക്കളും കുട്ടികളൊക്കെ വന്ന് ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ച് പോയി. ഞാൻ നിങ്ങളോട് ലാസ്റ്റ് ഘട്ടത്തിൽ പറഞ്ഞില്ല, നിങ്ങൾ 200 എത്ര കിലോ നിങ്ങൾ ചോറ് വെച്ചിന്? 35 കിലോ? 35 അല്ല 40. ആ വോട്ട് ഒറ്റ കിട്ടിയില്ല. അപ്പൊ അമ്മായി മനസ്സിലാക്കേണ്ട എന്താണോ, ചോറ് തിന്നു പോകാനായിട്ട് പോകും, പ്രവർത്തിച്ചാൽ എന്താവും? വിജയിക്കും. അതാ അപ്പൊ മനസ്സിലാക്കേണ്ടത്. പൈസ ഒരുപാട് എല്ലാ വീട്ടിലും കൊണ്ടുകൊടുത്ത്, പിന്നെ ഒരു ഭാഗത്ത് വേറെ ഒരു സംഗതി വേറെ ഏൽപ്പിച്ചിന്, അതുപോലെ വൃത്തിയിൽ ചെയ്ത് അവർക്ക് കൂടുതൽ പൈസ ഇത്രയും പൈസ ചെലവാക്കി കഴിഞ്ഞ് ഒരു വോട്ടിനായിട്ട് തോൽക്കുന്നു അറിഞ്ഞിട്ട് ഭയങ്കര സങ്കടം. എന്താ ചെയ്യാ? ഇനി ആ പരിപാടി പൈസ കാര്യങ്ങളൊന്നുമില്ല. വിജയിച്ചാൽ തോറ്റാനും പാടില്ല.